ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ കുറേ ആയിട്ടോ എൻ്റെ ലോങ് വീഡിയോ വന്നിട്ട് ഞാൻ കണ്ടൻറ്റ് വീഡിയോ ഒക്കെ ചെയ്യലുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് ചെയ്യില്ല, അപ്പോൾ അടുത്ത് തന്നെ വരും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ചെടികൾ ഒന്നുകൂടി നിങ്ങളെയൊക്കെ പരിചയപ്പെടുത്തുകയാണ്. പുതിയല്ല, ആദ്യമുള്ള ചെടികൾ തന്നെ സെയിലിനാക്കിയിട്ട് വെച്ച ചെടികളാണ്. ഇപ്പോൾ കുറച്ചുകൂടിയൊക്കെ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വലുതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. ആവശ്യക്കാരുണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ തരാനുള്ളതാണിത്. അപ്പോൾ ഞാനിതൊക്കെ ഒരു നഴ്സറി പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വില ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം വെറുതെ അവിടുത്തെ കടയിലത്തെ വില ഞാൻ ചോദിച്ചപ്പോൾ നല്ല വില കേട്ടോ. ഇതിനൊക്കെ നന്നായിട്ട് വില പറയുന്നുണ്ട്. 300-350 രൂപയ്ക്കാണ് അവർ വില പറയുന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിലുണ്ട്, അത് തിരിച്ച് അങ്ങോട്ട് തരാനാകുമ്പോൾ അപ്പോൾ അവർ പറ്റ വില കുറച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, വീട്ടിൽ നിന്നോട്ടെ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് കാണിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണ്ടതുണ്ടെങ്കിൽ ഞാൻ നമ്പർ തന്നേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ, കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ വില പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പിന്നെ അന്നാൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ട് ഇപ്പോൾ സെയിലിന് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ അത് കണ്ടില്ലേ. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. കുറഞ്ഞ വിലയിൽ തന്നെ, വലിയ വിലയൊന്നുമില്ല, കുറഞ്ഞ വിലയിൽ തന്നെ. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു 4-5 എണ്ണം എനിക്ക് വീട്ടിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരെണ്ണം നിർത്തിയിട്ട് ബാക്കിയൊക്കെ കൊടുക്കാമെന്ന് വെച്ചിട്ടാണ്. വലിയ കളക്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പുതിയതൊന്നും ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഇതൊക്കെ ആദ്യത്തെ എൻ്റെ റൂട്ടുണ്ടായതാണ്. നല്ല ഭംഗിയാട്ടോ. ഇതിങ്ങനെ ബുഷിയായിട്ട് വരുന്നുണ്ട്. നല്ല ഭംഗിയാണ്. നന്നായിട്ട് എല്ലാം കൂടി ഒന്നിച്ച് നിൽക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനത് കേട്ടോ. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ ചെറിയ ഇലകളുള്ള ഒരു ബുഷിയായിട്ട് വളരുന്ന ചെടിയാണ്. ഇത് ഞാൻ തൃശ്ശൂർ പോകുമ്പോൾ കൊണ്ടുവന്നു. അതിങ്ങനെ നമ്മളെ വീടിൻ്റെ സൈഡിൽ കൂടിയൊക്കെ വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ചട്ടിയിൽ വെച്ചിട്ട് പിടിപ്പിച്ചിട്ട് ഞാൻ ഇതാക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ് കേട്ടോ. പിന്നെ ഇത് ചെറിയ ഇലയുള്ള കണ്ടില്ലേ. ഇതും ചെറിയ ചട്ടിയിൽ വെച്ചാൽ നല്ല ബുഷിയായിട്ട് വളരും. ഇതൊക്കെ ഞാൻ പറിച്ചതായിരുന്നു കേട്ടോ. അത് കുറച്ച് തയ്യേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് കണ്ടില്ലേ, എല്ലാം നന്നായിട്ട് ബുഷിയായിട്ട് വളരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കണ്ടില്ലേ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് വേറൊരു ചെടിയാട്ടോ. ഇത് കൊലകൊലയായിട്ടുണ്ടാവുന്ന പൂവാണ്. ഇത് കണ്ടില്ലേ, നല്ല രസമുള്ള ചെടിയാട്ടോ. നമ്മളെ കലാത്തിയ. എൻ്റെ കയ്യിൽ നിന്ന് പോയതായിരുന്നു. എനിക്ക് ശശികല തന്നിട്ടുണ്ടായിരുന്നു, അത് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇപ്പോൾ രണ്ടാമത് വേറൊന്നും എവിടുന്നോ ഇങ്ങനെ മുളച്ചിട്ടുണ്ടായി വരികയാണ്. നമ്മളെ വൈറ്റ് കലാത്തിയോ എന്താ പേര്. അതൊക്കെ കണ്ടില്ലേ. ഇതൊക്കെ ഇപ്പോൾ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിനിടയിൽ ഞങ്ങൾക്ക് വീട്ടിൽ പിന്നെ വിഷുവിൻ്റെ അന്ന് പടക്കം പൊട്ടിച്ചപ്പോൾ എൻ്റെ മക്കൾ കൊണ്ട് ഈ കമ്പി പൂത്തിരീൻ്റെ ഇത് കത്തിച്ചിട്ട് ആ ചെടീൻ്റെ ചട്ടീൻ്റെ അകത്ത് കൊണ്ടുവച്ച കാരണം എൻ്റെ ചെടികൾ കുറേ എണ്ണം അങ്ങനെ ആയിപ്പോയിട്ട് നശിച്ചു പോയി. അങ്ങനെ ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇതാണ് നമ്മളെ മുയൽച്ചെവി എന്ന് പറഞ്ഞ ഒരു മരുന്നാണ് കേട്ടോ. എനിക്ക് ഒരു മരുന്നിന് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തിട്ട് എവിടെയും കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒരു സ്ഥലത്തു നിന്ന് അത് പിന്നെ കിട്ടിയപ്പോൾ അതുകൊണ്ട് വെച്ച് മുളപ്പിച്ച് തയ്യാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ചെടികൾ ഏതാ നിങ്ങൾക്ക് ഇഷ്ടമായതുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ നമ്പർ തന്നേക്കാം, കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ, ബൈ.